ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. അപ്പോൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഈ ഒരു തക്കാളിയും കൂടി നമുക്കൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിന് പകരം നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും 3 വിസിൽ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് 3 വിസിൽ വരെ അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പോ 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ അതാ വളരെ എളുപ്പത്തിലും നല്ല അടിപൊളി ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പത്തിനും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിലും താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്